കൂട്ടുകാരെ ഗുഡ് മോർണിംഗ്. വിളക്കിൻ്റെ മുമ്പേ നിന്നാണ് ഞാൻ വീഡിയോ തുടങ്ങുന്നത്. കാരണം വിളക്കൊക്കെ വെച്ചത് കുറച്ച് മുമ്പ് വിളക്കൊക്കെ വെച്ചാൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ശരി വിളക്കിൻ്റെ മുമ്പേ നിന്ന് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. രാവിലെ അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. സാമ്പാറിനുള്ള കുക്കറിനകത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇഡ്ഡലി മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചീക്കൂസും ബനാനയും കൂടി ഇട്ടിട്ട് കുറച്ച് ഷേക്ക് അടിക്കാൻ പിള്ളേർക്കെന്ന് വെച്ച് നട്ട്സ് എല്ലാം ഇടുന്നുണ്ട് അതിനകത്ത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഇപ്പം വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് നല്ല മൂഡ് വീഡിയോ എടുക്കാനായിട്ട്. കാരണം ഇതാരും കാണുമെന്നോ ലൈക്ക് ചെയ്യുന്നോ കമൻറ്റ് ചെയ്യുന്നോ എന്ന് വിചാരിച്ചിട്ടല്ല. എനിക്കുള്ളവരാരും എൻ്റെ വീഡിയോ കാണാറില്ല. സത്യം പറയാല്ല, അത്രയ്ക്ക് ദാരിദ്ര്യം പിടിച്ചൊരു സാധനമാണ് ഞാൻ കേട്ടോ. എന്തൊരു ഐശ്വര്യമാണെന്നറിയുമോ. പിന്നെ അത് കാരണം പിന്നെ ഞാൻ എന്തായാലും ഞാൻ ഇട്ടേ അടങ്ങത്തുള്ളൂ. ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരയ്ക്ക് പുറത്തെന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു വീഡിയോ. എല്ലാ ദിവസവും വീഡിയോ പപ്പാതി എടുത്ത് വെക്കും. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയാണ് ചെയ്യാറ്. കാരണം അത്ര രാവിലെ പിക്കപ്പ് ഡ്രോപ്പായിട്ട് പിള്ളേരുടെ കോച്ചിങ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ എടുക്കാനും സമയമേ കാണത്തില്ല. എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, എഡിറ്റ് ചെയ്യാനും ആരുമില്ല. എനിക്ക് കിട്ടുന്ന സമയത്ത് മാത്രം വേണം ഞാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും രണ്ടുപേരും മാച്ചിന് പോവാം. ഒരു വീഡിയോ എന്തായാലും ഞാൻ എടുത്തിട്ടിട്ടേ ബാക്കി കാര്യമുള്ളൂ. പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഇവർ പിന്നെ കോച്ചിങ്ങിനും മാച്ചിനും ഒക്കെ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ സ്മൂത്തി കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഫ്രൂട്ട്സ് കാണുമല്ലോ, അതിട്ട് ഞാൻ നട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ സ്മൂത്തി ആയിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് എല്ലാം ഒഴിച്ചിട്ട് ഞാനത് അങ്ങനെ ആക്കി അവർക്ക് കൊടുത്തു. പിള്ളേർക്ക് അവർക്ക് കഴിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം കൊടുത്തു. കുറച്ച് ഞാനും കിട്ടിയാൽ ഞാനും കുടിക്കും. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അത് ഓരോ ദിവസത്തെ ഷേക്കിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടിരിക്കും. അങ്ങനെ ഷേക്കെല്ലാക്കി അവർക്ക് കൊടുത്തു. അപ്പോഴത്തേന് പിന്നെ ഇഡ്ഡലിക്കെല്ലാം മാവ് കോരി ഒഴിച്ച് വെച്ചു. പിന്നെ നമ്മൾക്ക് അരി അടുപ്പത്തിടണം. എനിക്കാണെങ്കിൽ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റും ഉണ്ടല്ലോ. ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം, ഇവർ പോകണം. പിന്നെ ചേട്ടനുണ്ടെന്ന് ഇവിടെ, ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പം സാമ്പാറിനെല്ലാം ആയി. പിന്നെ കായപ്പൊടി ഉരുവാപ്പൊടി കൂടെ മാത്രമേ ചേർത്താൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് അതും ചേർത്ത് കടുക് വറുത്ത് സാമ്പാറിനും കുറച്ചിട്ടതിന് ശേഷം എന്തെടുത്തു ഞാൻ അതിനകത്ത് തോരനും കൂടെ ബാക്കി കടുക് വറുത്തതിനകത്തോട്ട് തോരനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞങ്ങ് ഇട്ട് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ അരി എടുപ്പത്തിട്ടു. അരിയും കൂടെ വേവിച്ച് വെച്ചിട്ട് പോകും. കാരണം ക്ലിനിക്കിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പം വാഴക്കായും അരിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കടുക് വറുത്തതുണ്ടായിരുന്നു. അതിനകത്തോട്ട് തന്നെ ഇത് വാഴക്ക അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇട്ട് പിന്നെ എന്തായാലും ഇച്ചിരി പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. തേങ്ങ ചെറുക്കിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വല്ല മെഴുക്കുവരട്ടിയും വെക്കത്തുള്ളായിരുന്നു കേട്ടോ. അതിനൂടെ നിൽക്കാൻ സമയമില്ല, രാവിലെ എല്ലാം കൂടെ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അത് തന്നെ ആക്കി ഒരു തേങ്ങയും ഇട്ട് ഇച്ചിരി വെളുത്തുള്ളിയും കൂടെ ചതച്ചെന്നെ മണ്ടക്കിട്ട് അതൊരു തോരൻ പോലെ ആക്കി അതങ്ങനെ ആക്കി വെച്ചിട്ട് ഞാൻ വേഗം ഫുഡ് മക്കൾക്ക് കൊടുക്കണമല്ലോ, എല്ലാം കൊടുത്തു. അപ്പം എങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ വേഗം അങ്ങ് തീരും കേട്ടോ. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അന്നത്തെ പണി തീരത്തില്ല. അപ്പോൾ മോൻ വന്ന് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.